വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, വിനയത്തിന്റെയും സേവനത്തിന്റെയും വിശുദ്ധൻ. തിരുനാൾ നവംബർ 3. ലിമയിൽ, പെറു 1579 ജനിച്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ലാളിത്യം, നിസ്വാർത്ഥമായ സേവനം, മൃഗങ്ങളോടുള്ള അഗാധമായ ദയ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഒരു മാതൃകയായി ഇന്നും നിലകൊള്ളുന്നു. ബാല്യകാലവും വർഗീയ വിവേചനവും. സ്പാനിഷ് പ്രഭുവായ ഡോൺ ജുവാൻ ഡി പോറസിന്റെയും ആഫ്രിക്കൻ വംശജയായ അന ഗുസ്മാൻ എന്ന മുൻ അടിമസ്ത്രീയുടെയും മകനായാണ് മാർട്ടിൻ ജനിച്ചത്. മിശ്രവർഗത്തിൽപ്പെട്ടവനായതിനാൽ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വർഗീയ വിവേചനവും സാമൂഹികമായ ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വന്നു. തന്റെ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ചതോടെ കടുത്ത ദാരിദ്ര്യത്തിൽ അമ്മയോടൊപ്പമാണ് മാർട്ടിൻ വളർന്നത്. ദാരിദ്ര്യത്തിനിടയിലും നഗരത്തിലെ ഒരു ബാർബറുടെ അടുക്കൽ അപ്രന്റിസായി മാർട്ടിൻ പരിശീലനം നേടി. അക്കാലത്ത് ബാർബർമാർ മുടിവെട്ടുന്നതിനൊപ്പം മുറിവുകൾ വച്ചുകെട്ടുക, അസുഖങ്ങൾക്ക് ചികിത്സ നൽകുക തുടങ്ങിയ വൈദ്യസഹായങ്ങളും നൽകിയിരുന്നു. ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായകമായിരുന്നു. ഡൊമിനിക്കൻ സഭയിലേക്കുള്ള വിളി. തന്റെ 15-ാം വയസ്സിൽ മാർട്ടിൻ ലിമയിലെ ഡൊമിനിക്കൻ സഭയുടെ വിശുദ്ധ റോസറി ആശ്രമത്തിൽ കോൺവെന്റ് ഓഫ് ദ ഹോളി റോസറി ഇൽ സേവനത്തിനായി ചേർന്നു. വർഗം കാരണം ആദ്യം അദ്ദേഹത്തിന് സഭയിൽ ഒരു സഹോദരനായി ചേരാൻ അനുമതി ലഭിച്ചില്ല. പകരം അദ്ദേഹം ആശ്രമത്തിലെ ഏറ്റവും താഴ്ന്ന ജോലിയായ സഹായിയുടെ സ്ഥാനമാണ് സ്വീകരിച്ചത്. ഈ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലെ ഏറ്റവും വിനയമുള്ള ശുശ്രൂഷകൾ പോലും സന്തോഷത്തോടെ ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ വിശുദ്ധിയും ആത്മാർത്ഥമായ സേവനവും കണ്ട സഭാധികാരികൾ ഒടുവിൽ അദ്ദേഹത്തെ ഒരു ഡൊമിനിക്കൻ സഹോദരനായി സ്വീകരിച്ചു. നിസ്വാർത്ഥമായ സേവനവും ദയയും. മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം സേവനമായിരുന്നു. ആശ്രമത്തിലെ ഭിഷഗ്വരനായി പ്രവർത്തിച്ച അദ്ദേഹം ആശ്രമവാസികളെയും നഗരത്തിലെ പാവപ്പെട്ടവരെയും രോഗികളെയും ജാതി, വർഗ, മതഭേദമന്യേ ശുശ്രൂഷിച്ചു. ആശുപത്രി, ദൈവത്തിന്റെ മുറി. തന്റെ ആശ്രമത്തിലെ ചെറിയ മുറിയിൽ അദ്ദേഹം ദരിദ്രരായ രോഗികളെയും മുറിവേറ്റ മൃഗങ്ങളെയും ഒരുമിച്ചു കിടത്തി ചികിത്സിച്ചു. മനുഷ്യരിലും മൃഗങ്ങളിലും അദ്ദേഹം ദൈവത്തിന്റെ സൃഷ്ടികളെ കണ്ടു. സൂര്യന്റെയും ചന്ദ്രന്റെയും സഹോദരൻ. മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം പ്രശസ്തമാണ്. ആശ്രമത്തിൽ ശല്യമുണ്ടാക്കുന്ന എലികളോട് അദ്ദേഹം സംസാരിച്ചുകയും അടുക്കളയും ഉപദ്രവിക്കാതിരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം നൽകി ഭക്ഷണം നൽകുകയും ചെയ്തു. അത്ഭുതങ്ങൾ. രോഗശാന്തി നൽകാനുള്ള കഴിവ്, ഒരു നിമിഷം കൊണ്ട് ദൂരദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ശുശ്രൂഷിക്കാനുള്ള കഴിവ് എന്നിവ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അന്ത്യവും വിശുദ്ധ പദവിയും. വിനയത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവിതം നയിച്ച മാർട്ടിൻ ഡി പോറസ് 1639 തന്റെ 60-ാം വയസ്സിൽ ലിമയിൽ വെച്ച് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ലിമ നഗരം മുഴുവൻ ദുഃഖത്തിലാണ്ടു. വിശുദ്ധ പദവി. വാഴ്ത്തപ്പെട്ടവൻ. 1837 ഗ്രിഗോറി 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. 1962 ജോൺ 23-ാം മാർപ്പാപ്പ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ മിശ്രവർഗക്കാരുടെയും ബാർബർമാരുടെയും പൊതുജന ആരോഗ്യ പ്രവർത്തകരുടെയും മൃഗങ്ങളുടെയും മധ്യസ്ഥനായി ആദരിക്കുന്നു.